ഓം നമ ശിവായ. മകയിരം നക്ഷത്രവും തിരുവാതിരയും ചേർന്ന രാത്രിയിലാണ് മഹാദേവന്റെ ജന്മദിനം. അതുകൊണ്ട് ഈ ദിനത്തിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവും. കുടുംബത്തിന്റെയും മക്കളുടെയും സർവ്വ ഐശ്വര്യത്തിന് ധനുമാസത്തിലെ തിരുവാതിര നോമ്പ് ഉത്തമം. ഈ വീഡിയോയിലൂടെ തിരുവാതിര നോയമ്പ് എങ്ങനെ എടുക്കണം എന്നും ആ ദിവസം നിങ്ങൾ ഏതു മന്ത്രമാണ് ജപിക്കേണ്ടതെന്നും ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഏതു വഴിപാടുകളാണ് നടത്തേണ്ടതെന്നും എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ പോയി മറ്റേ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾക്ക് വീഡിയോ തുടങ്ങാം. ധനുമാസത്തിലെ തിരുവാതിരയെ പൊതുവെ സ്ത്രീകളുടെ ഉത്സവമായാണ് കണക്കാക്കുന്നത്. വിവാഹിതരായ സ്ത്രീകൾ കുടുംബത്തിന്റെയും ഭർത്താവിന്റെയും മക്കളുടെയും ഐശ്വര്യത്തിനും ദീർഘായുസ്സിനും വേണ്ടിയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. അതുപോലെ കന്യകകളായ പെൺകുട്ടികൾ തങ്ങളുടെ ഇഷ്ടമംഗല്യ സിദ്ധിക്ക്